കല്ലൂർക്കാടിനടുത്ത് കോട്ടക്കവലയിലുള്ള ഒരു പച്ചക്കറിക്കട ഇപ്പോൾ നാട്ടുകാർക്കിടയിൽ സംസാര വിഷയമായി മാറിയിരിക്കുകയാണ്. കെട്ടിടമോ വിൽപ്പനക്കാരനോ വിൽപ്പനയ്ക്ക് സഹായിയോ ഇല്ലാതെ തനി നാടൻ പച്ചക്കറികൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു കടയാണിത്. കോട്ടക്കവല സ്വദേശി ബിനീഷ് കുര്യനാണ് നാട്ടുകാരുടെ ഉൽപ്പന്നങ്ങൾ നാട്ടുകാരിലേക്ക് തന്നെ എത്തിക്കുന്ന ഈ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആവശ്യക്കാരിൽ നിന്നും പണം ഈടാക്കാൻ ബിനീഷ് കണ്ടെത്തിയിരിക്കുന്ന സംവിധാനവും ഏറെ വ്യത്യസ്തമാണ്. ഒരു റിപ്പോർട്ട്. മൂവാറ്റുപുഴയിൽ നിന്നും കല്ലൂർക്കാട്ടേക്കോ വാഴക്കുളത്തേക്കോ കോട്ട റോഡ് വഴി യാത്ര ചെയ്യുന്നവർക്ക് കാണാനാകുന്ന കാഴ്ചയാണ് ഇത്. കോട്ടക്കവലയിൽ റോഡരികിൽ ഒരു പച്ചക്കറിക്കട, ഒപ്പം പഴവർഗ്ഗങ്ങളുമുണ്ട്. എന്നാൽ കടയിൽ വിൽപ്പനക്കാരനോ സഹായിയോ ഇല്ല. സാധനങ്ങൾ കൃത്യമായി അടുക്കി വച്ചിരിക്കുന്നു. ആവശ്യാനുസരണം എടുക്കാം. പണം ഇവിടെയുള്ള പെട്ടിയിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് GPay വഴി അയക്കാം. ഓപ്പൺ മാർക്കറ്റ് എന്ന വാക്കിന് അർത്ഥം മറ്റൊന്നാണെങ്കിലും ഏറ്റവും നന്നായി ചേരുന്നത് ഈ സംവിധാനത്തിനാണ്. നാടൻ പച്ചക്കറികൾ മാത്രമേ ഇവിടെ കാണാനാകൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത. പ്രദേശവാസികളിൽ നിന്നും ശേഖരിക്കുന്ന പഴവർഗ്ഗങ്ങളും ഇവിടെ കാണാനാകും. 250 ഗ്രാം, 500 ഗ്രാം, 1 കിലോ എന്ന അളവും ഇതിന്റെ തുകയും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. കരിമ്പും കറിനാരങ്ങയും പാഷൻ ഫ്രൂട്ടും തുടങ്ങി വാഴക്കുടപ്പനും വാഴപ്പിണ്ടിയും ചേനയും മത്തങ്ങയും വരെ ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നു. കോട്ടക്കവല സ്വദേശി കച്ചിറ വീട്ടിൽ ബിനീഷ് കുര്യനാണ് ഇത്തരമൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഓണക്കാലത്ത് കുറഞ്ഞ അളവിൽ ആരംഭിച്ചതാണ് ഇത്. പണവും പച്ചക്കറികളും ഇവിടെ വച്ചിട്ട് പോകുമ്പോൾ ഇവ മോഷണം പോകാൻ സാധ്യതയില്ല എന്ന സംശയത്തിന് ബിനീഷ് ഇങ്ങനെ മറുപടി നൽകുന്നു. ഇത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് നമ്മൾ പണ്ടത്തെ ഒരു ചിന്താഗതി മനസ്സിലിരിക്കണമെന്ന് നമുക്കത് പേടി എപ്പോഴും ഉള്ളിൽ കിടക്കണമെന്നാണ്. ഇന്നത്തെ കാലത്ത് പുതിയ തലമുറ ഒരിക്കലും അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ 1-2 ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അത് നമ്മൾ കണ്ടില്ല, നമ്മൾ അറിയണില്ലല്ലോ. നമ്മൾ വേറെ തന്നെ പോയാൽ പോകട്ടെ, നമ്മുടെ പറമ്പിലത് എന്ന് പറയുന്ന സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, നശിമുണ്ട്. അത് ആർക്കും പ്രയോജനപ്പെടില്ലേ. തനിക്ക് മോശം അനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നാണ് ബിനീഷ് പറയുന്നത്. തറവാട്ടുവക ഭൂമിയുടെ അതിർത്തിയിൽ തട്ടുകളുണ്ടാക്കി തുടങ്ങിവെച്ച ഈ സംരംഭത്തിന് വാടകയോ ടാക്സോ ഒന്നും തന്നെ ബാധ്യതയായി നിൽക്കുന്നില്ലെന്നും ബിനീഷ് പറയുന്നു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.